ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ്. വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയിലെ യുവഗായകനും അഭിനേതാവും സംവിധായകനുമാണ് വിനീത് ശ്രീനിവാസൻ. ചലച്ചിത്ര നടൻ ശ്രീനിവാസന്റെ മകനാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് സ്വദേശിയാണ്. 1984 ഒക്ടോബർ 1 ഉത്തര മലബാറിലെ തലശ്ശേരിയിൽ നടൻ ശ്രീനിവാസന്റെയും വിമലയുടെയും മൂത്ത മകനായി വിനീത് ജനിച്ചു. അദ്ദേഹത്തിന്റെ അനുജൻ ധ്യാനും ഇപ്പോൾ അറിയപ്പെടുന്ന നടനാണ്. നിർമ്മലഗിരി റാണി ജയ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ ശേഷം ചെന്നൈ KGG കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി. 2003 കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ കസവിന്റെ തട്ടമിട്ട് എന്നതാണ് ആദ്യ ചലച്ചിത്ര ഗാനം. തുടർന്ന് നിരവധി സിനിമകളിൽ പാടി. 2005 പുറത്തിറങ്ങിയ ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ സ്വന്തം പിതാവ് അഭിനയിച്ച നൃത്തരംഗത്തിനു വേണ്ടി പാടിയ കരളേ കരളിന്റെ കരളേ എന്ന ഗാനം ഏറെ ശ്രദ്ധേയമായി. ഓമനപ്പുഴ കടപ്പുറത്ത് ചാന്തുപൊട്ട്, എൻ്റെ കൽബിലെ, ക്ലാസ്മേറ്റ്സ് എന്നീ ഗാനങ്ങൾ വിനീതിനെ കൂടുതൽ ജനപ്രിയനാക്കി. മലയാളി എന്ന മ്യൂസിക് ബാൻഡിലും അംഗമാണ്. 2008 പുറത്തിറങ്ങിയ സൈക്കിൾ എന്ന ചിത്രത്തിലെ നായക വേഷത്തിലൂടെയാണ് വിനീത് ചലച്ചിത്ര അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. വിനീത് സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രമാണ് 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ്ബ്. ജന്മനാടായ തലശ്ശേരിയുടെ പശ്ചാത്തലത്തിൽ വിനീത് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം തട്ടത്തിൻ മറയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും മികച്ച വിജയം നേടുകയും ചെയ്തു. 2012 ഒക്ടോബർ 18 പയ്യന്നൂർ സ്വദേശി നാരായണന്റെയും ഉഷയുടെയും മകളായ ദിവ്യയെ കണ്ണൂരിൽ വെച്ച് വിവാഹം ചെയ്തു. വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ഏതാനും ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 2008 സൈക്കിൾ, 2009 മകന്റെ അച്ഛൻ, 2011 ട്രാഫിക്, 2011 ചാപ്പാക്കുരിശ്, 2012 പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ, 2014 ഓം ശാന്തി ഓശാന, 2014 ഓർമ്മയുണ്ടോ ഈ മുഖം, 2015 ഒരു വടക്കൻ സെൽഫി, 2015 തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, കുഞ്ഞിരാമായണം, 2016 ജേക്കബിന്റെ സ്വർഗരാജ്യം, 2016 ഒരു മുത്തശ്ശി കഥ, 2017 AB, 2017 ആന അലറലോടലറൽ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏതാനും ചില ചിത്രങ്ങൾ: 2010 മലർവാടി ആർട്സ് ക്ലബ്ബ്, 2012 തട്ടത്തിൻ മറയത്ത്, 2013 തിര, 2016 ജേക്കബിന്റെ സ്വർഗരാജ്യം, 2022 ഹൃദയം, 2024 വർഷങ്ങൾക്ക് ശേഷം. വിനീതിന്റെ ആദ്യ സംവിധായക സംരംഭമാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്. 2012 ഇറങ്ങിയ തട്ടത്തിൻ മറയത്തിൽ മികച്ച സംവിധായകനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സിംഹ അവാർഡ്. മികച്ച പിന്നണി ഗായകനായും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സിംഹ അവാർഡ്. ചലച്ചിത്ര പിന്നണി ഗായകനും ചലച്ചിത്ര നടനും ചലച്ചിത്ര സംവിധായകനുമായ വിനീത് ശ്രീനിവാസന്റെ മികച്ച ഗാനങ്ങളും ചലച്ചിത്രങ്ങളും ഇനിയും നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിനീത് ശ്രീനിവാസന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കട്ടെ.